ഹലോ മക്കളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ +1 പഠനം ആരംഭിച്ചിട്ടുണ്ടാവും. അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടാവും. സൈലത്തോടൊപ്പമുള്ള നിങ്ങളുടെ കൊമേഴ്സ് ജേണിയിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ഫാക്കൽറ്റിയാണ് ഞാൻ. എന്റെ പേര് മേഘ. എന്റെ പേര് വിഘ്നേഷ്. സാധാരണഗതിയിൽ 10th കഴിഞ്ഞ് +1 കൊമേഴ്സ് എടുത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തിയറി പേപ്പർ ആണോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പേപ്പർ ആണോ എന്നുള്ളത്. നിങ്ങൾ 10th SS പഠിച്ചാൽ സോഷ്യൽ സയൻസ് പഠിച്ച പോലെ തന്നെ ഒരു എൻറ്റർലി തിയറി പേപ്പർ ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കേണ്ടത്. അതായത് നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് എങ്ങനെയാണോ പഠിച്ചത്, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ ചില കോഡുകളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ തിയറി പേപ്പറിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് ആണ് +1 പഠിക്കാനുള്ളത്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്റർ മുതൽ ഇന്റർനാഷണൽ ബിസിനസ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ വരെ ഉള്ള ഒരു 12ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +1 പഠിക്കാനുള്ളത്. ഈ 12ഓളം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുവരെ കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ബിസിനസ്സിലെ പല കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സിലെല്ലാം പഠിക്കാനുള്ളത്. മിസ് പറഞ്ഞ പോലെ തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. കൂടാതെ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷനും നിങ്ങളുടെ പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ മാർക്കും വാങ്ങിക്കണമെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ റിവിഷനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓൾറെഡി ആപ്പിൽ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഓൾറെഡി 2 ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ആപ്പിലെ കുട്ടികൾക്ക് അറിയാം. കൂടാതെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടുമാണ് നമ്മൾ ആപ്പിലെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആപ്പിൽ മാത്രമല്ല, നമ്മളിപ്പോൾ യൂട്യൂബിലും എന്ത് ചെയ്യുന്നുണ്ട്, പാരലലി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 പ്ലാറ്റ്ഫോംസും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ പോകുന്നത് കൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? ലെറ്റ്സ് ബിഗിൻ.